യൂറോപ്യൻ രാജ്യങ്ങളിൽ ആശങ്ക പടർത്തി തത്തപ്പനി പടരുന്നു. സിറ്റാക്കോസിസ് എന്നറിയപ്പെടുന്ന തത്തപ്പനി ബാധിച്ച് യൂറോപ്പിൽ ഇതുവരെ 5 പേരാണ് മരണപ്പെട്ടത്. ബാക്ടീരിയ മൂലമുണ്ടാവുന്ന ശ്വാസകോശ രോഗം ബാധിച്ച പക്ഷികളുടെ വിസർജ്യങ്ങളിൽ നിന്ന് ഉയരുന്ന പൊടി ശ്വസിച്ചാണ് തത്തപ്പനി മനുഷ്യരിലേക്ക് പടരുന്നത്. ഡെൻമാർക്കിൽ 4-ഉം നെതർലാൻഡിൽ ഒരാളുമാണ് മരണപ്പെട്ടത്. ഇതിനു പുറമെ ഓസ്ട്രിയ, ജർമ്മനി, സ്വീഡൻ എന്നിവിടങ്ങളിൽ നിരവധി പേർക്ക് തത്തപ്പനി ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. UN സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിപ്പോർട്ട് പ്രകാരം ക്ലമൈഡോഫില സിറ്റാസി എന്ന ബാക്ടീരിയയാൽ ഉണ്ടാവുന്ന കടുത്ത ശ്വാസകോശ രോഗമാണ് തത്തപ്പനി. നിരവധി വളർത്തുപക്ഷികളും കാട്ടുപക്ഷികളും ഈ ബാക്ടീരിയയുടെ വാഹകരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രോഗബാധിതരായ പക്ഷികൾ അവയുടെ ശ്വാസത്തിലൂടെയോ മലത്തിലൂടെയോ ആണ് ബാക്ടീരിയയെ പുറന്തള്ളുന്നത്. വളർത്തുമൃഗങ്ങളുമായോ കാട്ടുപക്ഷികളുമായോ സമ്പർക്കം പുലർത്തുന്നവരിലാണ് രോഗം കാണുന്നത്. ന്യൂമോണിയയായി തുടങ്ങി മറ്റു അവയവങ്ങൾക്കും കേടുപാട് വരുത്താനും മരണത്തിന് വരെ കാരണമാവാനും സാധ്യതയുള്ള അസുഖമാണ് തത്തപ്പനി. മറ്റു പക്ഷികളെ അപേക്ഷിച്ച് തത്തകളിലാണ് ഈ അസുഖം കൂടുതൽ എന്നതിനാലാണ് തത്തപ്പനി എന്ന പേര് വരാൻ കാരണം. പനി, തലവേദന, ചുമ എന്നിവയാണ് മനുഷ്യരിൽ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പിന്നീട് ഇത് ന്യൂമോണിയയായി മാറും. ഇതോടൊപ്പം തന്നെ പേശിവേദന, വിറയല്, പനി, വരണ്ട ചുമ, തൊണ്ടവീക്കം, മൂക്കിൽ നിന്ന് രക്തം വരൽ, ക്ഷീണം, വിഷാദം എന്നീ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. എന്നാൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് രോഗം പകരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷിയുമായി സമ്പർക്കം പുലർത്തി 14 ദിവസത്തിനകം രോഗലക്ഷണം കാണിച്ചു തുടങ്ങുന്നതായാണ് വിദഗ്ധർ പറയുന്നത്. വളർത്തുമൃഗങ്ങളുടെ ഉടമകൾ, കോഴിഫാം തൊഴിലാളികൾ, പെറ്റ് സ്റ്റോറുകളിലും മറ്റും ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് തത്തപ്പനി പിടിപെടാൻ ഏറ്റവും സാധ്യതയുള്ളവർ. ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന തത്തപ്പനി മാതാവിന്റെയും ഗർഭസ്ഥ ശിശുവിന്റെയും മരണത്തിന് വരെ കാരണമായേക്കാം. പക്ഷികളുമായി സമ്പർക്കം പുലർത്താത്തവർക്കും രോഗം ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഓസ്ട്രിയയിൽ കഴിഞ്ഞ വർഷം 2 കേസാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ മാത്രം 14-ലേറെ കേസുകളുണ്ടായി. ഡെൻമാർക്കിൽ ഫെബ്രുവരി 27 വരെ 23 കേസ് റിപ്പോർട്ട് ചെയ്തു. ജർമ്മനിയിൽ കഴിഞ്ഞ വർഷം 14 പേർക്കാണ് തത്തപ്പനി സ്ഥിരീകരിച്ചത്. ഈ വർഷം 5 കൂടി റിപ്പോർട്ട് ചെയ്തു. മിക്കവാറും എല്ലാവർക്കും ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്. 19 കേസുകളിൽ 5 രോഗിയായ വളർത്തുമൃഗങ്ങളുമായോ പക്ഷികളുമായോ സമ്പർക്കം പുലർത്തിയവർക്കാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്വീഡനിൽ 2017 മുതൽ തത്തപ്പനി കേസുകളിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് വിദഗ്ധ സംഘം പറഞ്ഞു. ഇതുവരെ 26 കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ അവസാനം മുതൽ ഫെബ്രുവരി 29 വരെ 21 കേസുകളുമായി നെതർലൻഡ്സിലെ കേസുകളുടെ എണ്ണവും വർദ്ധിച്ചതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തു. ഇത് മുൻ വർഷങ്ങളെക്കാൾ ഇരട്ടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.